മാർക്സ് അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചുള്ള ചർച്ച എന്ന് മാത്രമല്ല, മാർക്സിൻ്റെ ചരിത്ര ദർശനത്തെക്കുറിച്ചുള്ള ചർച്ച ഇതിലൊക്കെ സംസ്കാരം എന്നൊരാശയം പലപ്പോഴും പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പം മാർക്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നമല്ല, അദ്ദേഹത്തിൻ്റെ വിഷയരീതിയുടെ പരിചരണ രീതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രമേയങ്ങളെ മുൻകൂറായി എടുത്ത് നിർവചിക്കുന്ന രീതി മാർക്സിന് പൊതുവിലില്ല. അപ്പം ഞാനത് വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ കൂടുതൽ പറയുണ്ടായി. വർഗം എന്നാൽ എന്ത് എന്ന് ആദ്യമേ സിദ്ധാന്ത രൂപത്തിൽ നിർവചിച്ചിട്ട് ആ സിദ്ധാന്തവുമായിട്ട് ചരിത്രത്തിലേക്ക് ഇറങ്ങുകയല്ല മാർക്സ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു തകരാറ് എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ നിങ്ങൾ ഒരു സങ്കല്പനപരമായ ചട്ടക്കൂടുണ്ടാക്കി ആ ചട്ടക്കൂടുമായി യാഥാർത്ഥ്യത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നു. മാർക്സിൻ്റെ വിശകലന രീതി അങ്ങനെയല്ല. അതുകൊണ്ടാണ് മാർക്സ് നിർവചനങ്ങളോ വിശദീകരണങ്ങളോ തരാത്തത്. നിർവചനങ്ങളോ വിശദീകരണങ്ങളോ തരാതെ പ്രക്രിയകളെ വിശദീകരിച്ച് ആ പ്രക്രിയകൾക്കുള്ളിൽ നിന്ന് സൈദ്ധാന്തിക സങ്കല്പനങ്ങളെ രൂപപ്പെടുത്തുക ആണ് മാർക്സ് പൊതുവെ ദീക്ഷിക്കുന്ന രീതി. മാർക്സ് ധാരാളമായി സിദ്ധാന്തവൽക്കരണങ്ങൾ നടത്തും. പക്ഷേ സിദ്ധാന്തവൽക്കരണം കേവലമായ സിദ്ധാന്തവൽക്കരണമല്ല, മറിച്ച് ചരിത്ര പ്രക്രിയകളുടെ വലിയ തോതിലുള്ള അനാലിസിസ് വഴിയാണ് അദ്ദേഹം സിദ്ധാന്തത്തിലേക്ക് നീങ്ങുന്നത്. ധ്യാനാത്മക ചിന്തയുടെ മണ്ഡലം മാത്രമായി തൻ്റെ ആശയാവലികളെ നിലനിർത്താൻ മാർക്സ് ഒരിക്കലും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ് സംസ്കാരം എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയിട്ടില്ല. മാർക്സിസത്തിൻ്റെ സാഹിത്യ കലാദർശനം എന്താണ് എന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു പഠനം മാർക്സ് എഴുതിയിട്ടില്ല. കലകളെക്കുറിച്ച് ധാരാളമായി പരാമർശിച്ചിട്ടുണ്ട്, തത്വചിന്തയെക്കുറിച്ച് ധാരാളമായി പരാമർശിച്ചിട്ടുണ്ട്, ചരിത്രത്തെക്കുറിച്ച് ധാരാളമായി പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ മാർക്സിസ്റ്റ് ചരിത്ര ദർശനം, മാർക്സിസ്റ്റ് സാഹിത്യ ദർശനം, മാർക്സിസ്റ്റ് ഭാഷാ ദർശനം, മാർക്സിസ്റ്റ് വർഗസിദ്ധാന്തം എന്ന് കൃത്യം നിർവചിക്കുന്ന മട്ടിലൊന്നും മാർക്സ് എഴുതുന്നില്ല. അത് മാർക്സിൻ്റെ വിഷയവിശകലന രീതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. മാർക്സിൻ്റെ ആദ്യകാല രചനകളിൽ തന്നെ ഇപ്പോൾ ജർമ്മൻ പ്രത്യയശാസ്ത്രം 1845 അതിൽ മാർക്സ് സംസ്കാരം എന്ന മണ്ഡലത്തെ സംബന്ധിക്കുന്ന ധാരാളം ആശയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ 18th ബ്രൂമയർ എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ ആലോചനകൾ നടത്തുന്നുണ്ട്. അവിടെയൊക്കെ ഈ സൂപ്പർ സ്ട്രക്ചർ എന്ന് നമ്മളിന്ന് ധാരാളമായി ഉപയോഗിക്കുന്ന പദം മാർക്സ് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും അത്തരം സാന്ദർഭിക സൂചനകൾ മാറ്റിവച്ചാൽ മാർക്സിസത്തിൻ്റെ സംസ്കാര സിദ്ധാന്തത്തിൻ്റെ കാതൽ എന്ന് വിളിക്കാവുന്ന ഒരു പ്രസ്താവന അദ്ദേഹം 1859 മൂലധനത്തിലേക്കുള്ള പഠനത്തിൻ്റെ ആമുഖം എന്ന നിലയ്ക്ക് തയ്യാറാക്കി 859 പ്രസിദ്ധീകരിച്ച പ്രിഫേസ് ടു ദ കോൺട്രിബ്യൂഷൻ ടു ദ ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി, രാഷ്ട്രീയ അർത്ഥശാസ്ത്ര വിമർശത്തിന് ഒരു സംഭാവന എന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖം, ആ ആമുഖത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയുണ്ട്. ഈ പ്രസ്താവനയാണ് ഒരർത്ഥത്തിൽ മാർക്സിസ്റ്റ് ചരിത്ര ദർശനത്തിൻ്റെയും മാർക്സിസ്റ്റ് സംസ്കാര വിമർശനത്തിൻ്റെയും കാതൽ എന്ന് പറയാവുന്നത് ഈ പ്രസ്താവനയാണ്. അതേതാണ്ട് ഇങ്ങനെയാണ്: സാമൂഹികമായ ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെടുന്ന മനുഷ്യർക്ക് തങ്ങളുടെ ഇച്ഛയ്ക്ക് അതീതവും ഒഴിച്ചുകൂടാനാവാത്തതുമായ പരസ്പര ബന്ധങ്ങളിൽ ഏർപ്പെടേണ്ടതായി വരും. ഈ ബന്ധങ്ങളാവട്ടെ അതത് കാലത്തെ ഉൽപാദന ശക്തികളുടെ വികാസത്തിൻ്റെ തോതനുസരിച്ചുള്ളവ ആയിരിക്കുകയും ചെയ്യും. ഈ ഉൽപാദന ബന്ധങ്ങളുടെ ആകത്തുകയാണ് സമൂഹത്തിൻ്റെ സമ്പദ്ഘടന. 2-3 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. സാമൂഹികമായ ഉൽപാദന പ്രക്രിയ, സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുക, കൃഷി ചെയ്തിട്ടോ കച്ചവടം നടത്തിയിട്ടോ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടോ മനുഷ്യർ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നു. ആ ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെടുന്ന മനുഷ്യർക്ക് മാർക്സ് ഉപയോഗിക്കുന്ന അടുത്ത പ്രയോഗം തങ്ങളുടെ ഇച്ഛയ്ക്ക് അതീതവും, തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റില്ല. കൃഷിയാണോ വ്യവസായമാണോ നടത്തേണ്ടത് എന്നത് വ്യക്തികളുടെ ഇച്ഛകൾ കൊണ്ട് മാത്രം തീരുമാനിക്കാവുന്നതല്ല, ചരിത്രപരം കൂടിയായ തീരുമാനമാണ്. കൃഷിയാണ് ഒരു സമൂഹത്തിൻ്റെ മൊത്തം ഉൽപ്പാദന വ്യവസ്ഥയുടെ അടിസ്ഥാനം. അത് വ്യക്തികളുടെ ഇച്ഛയേക്കാൾ കൂടുതൽ ചരിത്രപരമാണ്. തങ്ങളുടെ ഇച്ഛയ്ക്ക് അതീതവും ഒഴിച്ചുകൂടാനാവാത്തതുമായ പരസ്പര ബന്ധങ്ങളിൽ ഏർപ്പെടേണ്ടി വരും. സോഷ്യൽ റിലേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതൽ ഹിസ്റ്റോറിക്കലാണ്, ഇന്നെവിറ്റബിളാണ്, അനിവാര്യമാണ്. ഈ ബന്ധങ്ങളാവട്ടെ അതത് കാലത്തെ ഉൽപാദന ശക്തികളുടെ വികാസത്തിൻ്റെ തോതനുസരിച്ചായിരിക്കും. ഇങ്ങനെ മനുഷ്യർ ഏർപ്പെടുന്ന ബന്ധങ്ങൾ തീരുമാനിക്കുന്നത് അവരല്ല, മറിച്ച്
ഉൽപാദന ശക്തികളുടെ അതുവരെയുള്ള വികാസം, ഏതൊക്കെ നിലയിൽ ഉൽപാദന ബന്ധങ്ങൾ വികസിച്ചു വന്നിട്ടുണ്ട്, ഉൽപാദന ശക്തികളുടെ വളർച്ച ഏതാണ്, അത്രയുമാണ് നമുക്ക് ആ ബന്ധത്തിലേർപ്പെടുന്നതിനുള്ള ഇടം രൂപപ്പെടുത്തുന്നത്. തുടർന്ന് അദ്ദേഹം പറയും, ഈ ഉൽപാദന ബന്ധങ്ങളാണ് സമൂഹത്തിൻ്റെ അടിത്തറയായ സാമ്പത്തിക ഘടനയായി മാറുന്നത്. ഈ അടിത്തറയ്ക്ക് മേൽ നിയമപരവും രാഷ്ട്രീയവുമായ ഉപരിഘടന പൊന്തിവരുന്നു. സാമൂഹിക ബോധത്തിൻ്റെ സവിശേഷ രൂപങ്ങൾ ഇതിനോട് ഒത്തുപോകുന്നവയായിരിക്കും. ഭൗതിക ജീവിതത്തിൽ ഉൽപാദന രീതിയാണ് സാമൂഹിക രാഷ്ട്രീയ ബൗദ്ധിക ജീവിതത്തെ പൊതുവെ നിർണയിക്കുക. അവസാനത്തെ വാക്യം, മനുഷ്യരുടെ അസ്തിത്വം അവരുടെ ബോധത്തെ നിർണയിക്കുകയാണ്, മറിച്ചല്ല. മനുഷ്യരുടെ അസ്തിത്വം അവരുടെ ബോധത്തെ നിർണയിക്കുകയാണ്. മനുഷ്യർ എങ്ങനെയാണോ നിലനിൽക്കുന്നത്, നിലനിൽപ്പിൻ്റെ സാഹചര്യങ്ങളിൽ അവർ തങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തോട്, ഇതര മനുഷ്യരോട്, ഭൗതിക പ്രപഞ്ചത്തോട്, പ്രകൃതിയോട് ഏതേത് തരത്തിലുള്ള ബന്ധങ്ങളിലാണോ ഏർപ്പെടുന്നത്, ഈ പ്രക്രിയയുടെ ആകത്തുക എന്ന നിലയിലാണ് അവർ ബോധത്തിലേക്ക് എത്തിച്ചേരുന്നത്, അവരുടെ ആശയാവലികൾ വികസിച്ചു വരുന്നത്. മാർക്സിസ്റ്റ് സംസ്കാര സിദ്ധാന്തത്തെ അടിസ്ഥാനപരമായി ഭൗതികവാദപരമാക്കുന്നത് ഈ വീക്ഷണമാണ്. ലളിതമായി പറഞ്ഞാൽ, സംസ്കാരം എന്ന് വിളിക്കുന്ന ആശയാവലികളുടെ ലോകം, അനുഭൂതികളുടെ ലോകം, മതം, തത്വചിന്ത, ഭക്തി, നിയമവ്യാഖ്യാനങ്ങൾ, സാഹിത്യം, കല, സൗന്ദര്യം, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളും അത് പങ്കുവയ്ക്കുന്ന മനുഷ്യരുടെ ധ്യാനാത്മകമായ ചിന്തയുടെ ഉൽപ്പന്നങ്ങളല്ല. അവരായി ആലോചിച്ചുണ്ടാക്കുന്ന, അവരൊറ്റയ്ക്കായി അനുഭവിക്കുന്നതല്ല, അവരുടെ അനുഭവങ്ങളുടെ, അനുഭൂതിയുടെ, ആശയങ്ങളുടെ ലോകം. മറിച്ച് ഈ ആശയങ്ങളാകമാനം അന്ന് നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ ചരിത്രപരവും ഭൗതികവുമായ ഉൽപാദന വ്യവസ്ഥയോട് ചേർന്ന് അതിൽ നിന്ന് രൂപപ്പെടുന്നതാണ് എന്നാണ് മാർക്സ് പറയാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ആശയാവലികളായി സംസ്കാരത്തെ കാണുന്ന ആർണോൾഡിയൻ സമീപനത്തോടോ, ദൈനംദിന ജീവിതാചാരങ്ങളായി സംസ്കാരത്തെ കാണുന്ന നരവംശാസ്ത്രപരവും മറ്റുമായ സമീപനങ്ങളോടോ മാർക്സിൻ്റെ വീക്ഷണം ചേരുന്നില്ല. മറിച്ച് ഉൽപാദന വ്യവസ്ഥ എന്ന് വിളിക്കുന്ന അതിവിപുലമായൊരു ഭൗതിക പ്രക്രിയയിൽ നിന്ന് രൂപപ്പെടുന്നതും, അതേസമയം ആശയാവലികളുടെയും അനുഭൂതികളുടെയും മതത്തിൻ്റെയും തത്വചിന്തയുടെയും ഒക്കെ ലോകങ്ങളായി നിലനിൽക്കുന്നതുമായ ഒന്നാണ് സംസ്കാരം. ഈ സമീക്ഷയിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സംസ്കാരം ആശയാവലികളുടെയും മറ്റും ആയ ലോകമായാണ് നിലനിൽക്കുന്നത് എങ്കിലും അത് കേവലമല്ല, അത് ഭൗതിക പ്രക്രിയകളിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. പക്ഷേ കേവലമായ ഭൗതിക ആചാരങ്ങളോ അനുഷ്ഠാന രൂപങ്ങളോ മാത്രമല്ല സംസ്കാരം. കേവലമായ ഭൗതികാചാരങ്ങൾ, ദൈനംദിന ജീവിത പ്രയോഗങ്ങൾ, അനുഷ്ഠാന ക്രിയകൾ, കർമ്മപരിപാടികൾ, അതുമാത്രമല്ല സംസ്കാരം. അങ്ങനെ കണ്ട ആന്ത്രപ്പോളജിയുടെ പൊസിഷനോട് മാർക്സിസം യോജിക്കുന്നില്ല. മറിച്ച് ആശയങ്ങളുടെ ഒരു സ്വതന്ത്ര കേവല മണ്ഡലമായി അനുഭൂതികളെയും ആശയങ്ങളെയും കാണുന്ന ലോകത്തോടും മാർക്സിസം യോജിക്കുന്നില്ല. ഇവ രണ്ടും തമ്മിലുള്ളൊരു വിനിമയത്തിൻ്റെ സ്ഥാനത്താണ്, ലളിതമായി പറഞ്ഞാൽ പ്രക്രിയാപരമായ ഒന്നായിട്ടാണ് സംസ്കാരം വരുന്നത്. ആശയാനുഭൂതികൾ ഉടലെടുക്കുന്നു എവിടെ നിന്ന്? വിപുലമായ ചരിത്ര പ്രക്രിയകളിൽ നിന്ന് ഉടലെടുക്കുന്നു. ആ പ്രക്രിയകളിൽ നിന്ന് ഉടലെടുത്തു വരുന്നതും ആ പ്രക്രിയകളാൽ നിർണയിക്കപ്പെടുന്നതുമായ ഒന്നാണ് സംസ്കാരത്തിൻ്റെ മണ്ഡലം. അത് നിലനിൽക്കുന്നത് ആശയാനുഭൂതികളുടെ മണ്ഡലമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് സംസ്കാരത്തിൻ്റെ മണ്ഡലം ഭൗതികമായി നമുക്ക് മുമ്പ് അനുഭവവേദ്യമാകുന്നത് ആശയാനുഭൂതികളായി തന്നെ ആകാമെങ്കിലും അത് കേവലമായ ആശയാനുഭൂതികളല്ല, മറിച്ച് ഉൽപാദന ബന്ധങ്ങളാൽ കൂടി നിർണയിക്കപ്പെടുന്നതാണ് എന്നിടത്തേക്കാണ് മാർക്സ് ഇതിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. ഇതിൽ ഒരുപക്ഷെ ഈ വിശദീകരണത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അടിത്തറ മേൽപ്പുര എന്ന് പറയുന്ന ഒരു രൂപകമാണ്. ഈ രൂപകത്തിൻ്റെ ഒരു വലിയ പരിമിതി, അത് പിന്നീട് മാർക്സും എംഗൽസും ധാരാളമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ വേണ്ടത്ര ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൊരു കാര്യമല്ല. ഈ രൂപകത്തിൻ്റെ ഒരു പരിമിതി, അടിത്തറയിൽ നിന്ന് ഉയർന്നു വരുന്നതാണ് മേൽപ്പുര എന്ന് പറയുമ്പോൾ, ഉൽപാദന ബന്ധങ്ങളിൽ നിന്ന്
ഉദ്ഭൂതമാകുന്നതാണ്, ഉയർന്നു വരുന്നതാണ് ആശയാവലികളെന്ന പ്രതിഫലനപരമായ ഒരു യുക്തിയിലേക്ക് അത് വഴുതിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ പ്രതിഫലനപരമായ ഒരു യുക്തിയിലേക്ക് വഴുതിപ്പോകാനുള്ള ഒരു സാധ്യത ഈ സങ്കല്പനത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് പിന്നീട് മാർക്സിസ്റ്റ് ചിന്തകന്മാർ പലരും ഈ മെറ്റഫർ വളരെ അപകടം പിടിച്ചൊരു ആശയമായി പോയി എന്ന് പറഞ്ഞത്. റൈമണ്ട് വില്യംസ് അതിനെക്കുറിച്ച് പറഞ്ഞത് അടിത്തറ മേൽപ്പുരയെ നിർണ്ണയിക്കുന്നു എന്നല്ല, മറിച്ച് അസ്തിത്വം ബോധത്തെ നിർണ്ണയിക്കുന്നു എന്നതാണ് കുറച്ചുകൂടി ശരിയായ ആശയം എന്ന്. അത് മാർക്സിൻ്റെ തന്നെ ആശയമാണ്. നമ്മുടെ ഫ്രെഡറിക് ജെയിംസൺ അതിനെക്കുറിച്ച് പറയുന്നത് അടിത്തറ മേൽപ്പുര എന്നുള്ളതിന് പകരം, ഞാൻ അടുത്ത ദിവസം പറഞ്ഞു തോന്നുന്നു, തീവണ്ടിപ്പാളവും തീവണ്ടിയുമായിട്ട് സങ്കല്പിച്ചാൽ കുറച്ചുകൂടി നല്ലതാവുന്നതാണ്. തീവണ്ടിപ്പാളത്തിലൂടെയാണ് തീവണ്ടി ഓടുന്നത്, പക്ഷേ തീവണ്ടിപ്പാളല്ല തീവണ്ടി. തീവണ്ടിപ്പാളം ഒരു കാര്യമാണ്, തീവണ്ടി വേറെ കാര്യമാണ്. രണ്ടും തമ്മിൽ ബന്ധമുണ്ട്, പക്ഷേ രണ്ടും രണ്ട് കാര്യമാണ്. രണ്ടും രണ്ടിൻ്റെതായ സ്വാച്ഛന്ത്ര്യമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ രണ്ടും തമ്മിൽ അനിവാര്യമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തീവണ്ടി എങ്ങനെ ഓടണം എന്ന് തീരുമാനിക്കുന്നത് തീവണ്ടിപ്പാളാണ്. പക്ഷെ തീവണ്ടിയിൽ എന്താണുള്ളത്, തീവണ്ടി ആരാണ് സഞ്ചരിക്കുന്നത്, തീവണ്ടി എന്താണ്, ഇതൊന്നും തീവണ്ടിപ്പാളത്താൽ അല്ല നിർണ്ണയിക്കപ്പെടുന്നത്. ഇങ്ങനെ പരസ്പര ബന്ധിതവും പക്ഷേ പരസ്പര ഭിന്നവുമായ മണ്ഡലങ്ങളായി സംസ്കാരത്തിൻ്റെയും ഉൽപ്പാദന വ്യവസ്ഥയുടെയും മണ്ഡലങ്ങളെ കാണണം എന്ന് ഫ്രെഡറിക് ജെയിംസനൊക്കെ പിൽക്കാലത്ത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ അടിത്തറ മേൽപ്പുര എന്നത് അതിനു മുമ്പ് തന്നെ ഏതാണ്ട് ദൃഢീകൃതമാവുകയും ധാരാളം തെറ്റിദ്ധാരണകൾക്ക് കാരണമാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടിത്തറയുടെ നിർണായക സ്വഭാവം, അടിത്തറയ്ക്കുള്ള ഈ നിർണയന ശേഷി സാമ്പത്തിക നിർണയനമായി ചുരുക്കിക്കളയാനുള്ള സാധ്യതയുണ്ട് എന്നത് മാർക്സിന് തന്നെ മനസ്സിലായിരുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അടിത്തറ മേൽപ്പുര ബന്ധം ചരിത്രപരവും അസമവും മേൽപ്പുരയുടെ പ്രഭാവത്തിന് അനുരൂപമായിരിക്കും എന്ന് മാർക്സ് സർപ്ലസ് വാല്യൂവിൽ ഒരു സ്ഥലത്ത് വിശദീകരിക്കുന്ന കാണാം. മേൽപ്പുരയുടെ സ്വാധീനത്തിന് അനുരൂപമായിരിക്കും അടിത്തറയുടെ സ്വഭാവം. ഇത് പ്രധാനപ്പെട്ട ഒബ്സർവേഷനാണ്. മേൽപ്പുര എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവായിട്ടല്ല, മേൽപ്പുര എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ടീവായിട്ട് കൂടി പ്രവർത്തിക്കും. ഉൽപ്പാദന ബന്ധങ്ങളിൽ നിന്ന് ആശയാവലികളുടെ മണ്ഡലം ഉയർന്നു വന്നാലും ഉൽപ്പാദന ബന്ധങ്ങളുടെ ഒരു പ്രതിഫലന രൂപമായിട്ടല്ല, മറിച്ച് മേൽപ്പുര എന്ന് പറയുന്ന സംസ്കാരത്തിൻ്റെ ആശയാവലികളുടെ അനുഭവങ്ങളുടെ പ്രഭാവത്തിന് വിധേയമായിട്ട് കൂടിയായിരിക്കും വാസ്തവത്തിൽ അത് നിലനിൽക്കുക. ഇക്കാര്യം പിന്നീട് എംഗൽസൊക്കെ ധാരാളമായി അദ്ദേഹത്തിൻ്റെ അവരുടെ ചർച്ചകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ധാരാളമായി ഈ ആശയം, കാരണം തങ്ങൾ പറഞ്ഞ ആശയം വളരെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്ന് മനസ്സിലായ ഘട്ടത്തിൽ എംഗൽസ് നേരിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ 3-4 കത്തുകൾ, ഇപ്പോൾ ഫ്രാൻസ് മെഹറിങ്, അതുപോലെ ജോസഫ് ബ്ലോഹ്, ഷ്മിറ്റ്, W. ബോർഗ്യൂസ് തുടങ്ങിയ സുഹൃത്തുക്കൾക്ക് 1890-കളിൽ എഴുതിയ ധാരാളം കത്തുകളിൽ എംഗൽസ് നേരിട്ട് തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. മാർക്സ് ഒരു സ്ഥലത്ത് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ, മേൽപ്പുരയുടെ പ്രഭാവത്തിന് അനുരൂപമായിട്ടായിരിക്കും അടിത്തറ നിലനിൽക്കുക എന്നത്. എംഗൽസ് അത് കുറെ കൂടി വ്യക്തമാകുന്നുണ്ട്. 2 ഉദ്ധരണികൾ ഞാൻ വായിക്കാം. പൊളിറ്റിക്കൽ, ജുറിഡിക്കൽ, ഫിലോസഫിക്കൽ, റിലീജിയസ്, ലിറ്റററി, ആർട്ടിസ്റ്റിക് എക്സെട്ര മീൻസ് കൾച്ചറൽ. ഇതെല്ലാം കൂടി ചേർന്നതാണ് കൾച്ചറൽ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ, ജുറിഡിക്കൽ, ഫിലോസഫിക്കൽ, റിലീജിയസ്, ലിറ്റററി, ആർട്ടിസ്റ്റിക് എക്സെട്ര. ആർട്ടിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇവയുടെ എല്ലാം വികാസം സമ്പദ് വ്യവസ്ഥയുടെ വികാസവുമായി ബന്ധപ്പെട്ടിരിക്കും. തുടർന്ന് പറയും, ബട്ട് ദീസ് ഓൾ റിയാക്ട് ഓൺ വൺ അനദർ ആൻഡ് ഓൾസോ അപ്പോൺ ദ എക്കണോമിക് ബേസിസ്. പക്ഷേ ഇവയെല്ലാം തന്നെ, ശ്രദ്ധിക്കേണ്ട പോയിന്റ് അതാണ്, ഇവയെല്ലാം തന്നെ അന്യോന്യം പ്രതി പ്രവർത്തിക്കും, സാമ്പത്തിക അടിത്തറയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. ബട്ട് ഓൾ ദീസ് റിയാക്ട് ഓൺ വൺ അനദർ ആൻഡ് ഓൾസോ അപ്പോൺ ദ എക്കണോമിക് ബേസിസ്. ഇവ തമ്മിൽ പ്രവർത്തിക്കുകയും സമ്പദ് വ്യവസ്ഥയിലും അവ പ്രവർത്തിക്കുകയും ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ദ എക്കണോമിക് സിറ്റുവേഷൻ ഈസ് ദ കോസ്.
സമ്പദ് വ്യവസ്ഥയാണ് ഏകകാരണം, പ്രഭവം എന്നല്ല ഇതിൻ്റെ അർത്ഥം. സോൾലി ആക്റ്റീവ്, ക്രിയാത്മകമായ ഒരേയൊരു ഘടകം സമ്പദ് വ്യവസ്ഥയാണ് എന്നല്ല ഇതിൻ്റെ അർത്ഥം. വൈൽ എവറിത്തിങ് എൽസ് ഈസ് ഓൺലി പാസീവ് എഫക്റ്റ്. മറ്റെല്ലാം നിസ്സംഗമാണെന്നും സമ്പദ് വ്യവസ്ഥ ഏകകാരണമായി ഒരേ ഒരു ക്രിയാത്മക ഘടകമായി നിലനിൽക്കുന്നു എന്ന് നാം ധരിച്ചുകൂടാ. ഇത് എംഗൽസ് ഹെയ്ൻസ് ട്രാക്കൻബർഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് എഴുതിയ കത്തിൽ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. കുറെ കൂടി പ്രസിദ്ധമായ കത്ത് മറ്റൊന്നാണ്. 1890 സെപ്റ്റംബർ 21, 22 തീയതികളിലായിട്ട് ജോസഫ് ബ്ലോക്ക് എന്നു പേരായ തൻ്റെ സുഹൃത്തിന്, അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റാണ്, ആ സുഹൃത്തിന് എഴുതിയ എംഗൽസിൻ്റെ വളരെ വിശദമായ ഒരു കത്തുണ്ട്. ആ കത്ത് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: അക്കോർഡിംഗ് ടു ദ മെറ്റീരിയൽ കൺസെപ്ഷൻ ഓഫ് ഹിസ്റ്ററി, the ultimately determining element in history is the production and reproduction of real life. ചരിത്രപരമായ ഭൗതികവാദ ദർശനമനുസരിച്ച് ഉൽപാദനത്തിൻ്റെയും പ്രത്യുൽപാദനത്തിൻ്റെയും അന്തിമമായ നിർണയനശേഷിയുള്ളത്, അൾട്ടിമേറ്റ്ലി ഡിറ്റർമിനിങ് എലമെൻറ്റ്സ്, അന്തിമമായ നിർണയനം എന്ന് പറയുന്നത് ഉൽപാദനത്തിൻ്റെയും പ്രത്യുൽപാദനത്തിൻ്റെയും മണ്ഡലമാണ്. More than that, neither Marx nor I have ever asserted. ഇതിൽ കൂടുതൽ ഞാനോ മാർക്സോ എവിടെയും പറഞ്ഞിട്ടില്ല, ഊന്നി പറയാൻ ശ്രമിച്ചിട്ടില്ല. അക്കോർഡിംഗ് ടു ദ മെറ്റീരിയൽ കൺസെപ്ഷൻ ഓഫ് ഹിസ്റ്ററി, ദ അൾട്ടിമേറ്റ്ലി ഡിറ്റർമിനിങ് ഫാക്ടർ ഇസ് ദ പ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ലൈഫ്. അന്തിമമായ നിർണയനം ഉൽപാദനത്തിൻ്റെയും പ്രത്യുൽപാദനത്തിൻ്റെതുമാണ്. ഇതാണ് തങ്ങളുടെ വാദത്തിൻ്റെ കാതൽ, ഇതിനപ്പുറമല്ല. എന്നിട്ട് അദ്ദേഹം പറയും, ഇഫ് സംബഡി ട്വിസ്റ്റ് ദിസ് ഇൻ ടു സേയിങ് ദാറ്റ് ദ എക്കണോമിക് എലമെന്റ് ഈസ് ദ ഓൺലി ഡിറ്റർമിനിങ് വൺ, ഹി ട്രാൻസ്ഫോംസ് ദാറ്റ് പ്രപ്പോസിഷൻ ഇൻ ടു എ മീനിങ്ലെസ്, അബ്സ്ട്രാക്ട് ആൻഡ് അബ്സേർഡ് ഫ്രേസ്. ആരെങ്കിലും ഞങ്ങളുടെ ഈ ആശയത്തെ സാമ്പത്തിക അടിത്തറ മാത്രമാണ് ഒരേയൊരു നിർണായക ഘടകം എന്നതിലേക്ക് വളച്ചൊടിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഈ നിരീക്ഷണത്തെ, ഞങ്ങളുടെ ഈ പ്രയോഗത്തെ, ഹി ട്രാൻസ്ഫോം ദാറ്റ് പ്രപ്പോസിഷൻ ഇൻ ടു എ മീനിങ്ലെസ്, അബ്സ്ട്രാക്ട് ആൻഡ് അബ്സേർഡ് ഫ്രേസ്. അർത്ഥശൂന്യവും അസംബന്ധവും ആയ ഒരു പ്രസ്താവനയായി ഞങ്ങളുടെ ആശയത്തെ അവർ മാറ്റുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അദ്ദേഹം പറയും, ദ എക്കണോമിക് സിറ്റുവേഷൻ ഈസ് ദ ബേസിസ്. സംശയരഹിതമായും സമ്പദ് വ്യവസ്ഥയാണ് അടിസ്ഥാനമായിരിക്കുന്നത്. ബട്ട് ദ വേരിയസ് എലമെൻറ്റ്സ് ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ ഓൾസോ എക്സർസൈസ് ദെയർ ഇൻഫ്ലുവൻസ് അപ്പോൺ ദ കോഴ്സ് ഓഫ് ദ ഹിസ്റ്റോറിക്കൽ സ്ട്രഗിൾസ്. പക്ഷേ ചരിത്രപരമായ സംഘർഷങ്ങളിൽ ദ വേരിയസ് എലമെൻറ്റ്സ് ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ, ഉപരിഘടന എന്ന് വിളിക്കുന്നതിലെ വ്യത്യസ്ത ഘടകങ്ങൾ, ദേ ഓൾസോ എക്സർസൈസ് ദെയർ ഇൻഫ്ലുവൻസ് അപ്പോൺ ദ കോഴ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്ട്രഗിൾസ്. ചരിത്ര സമരങ്ങളുടെ ഗതിവിഗതികളിൽ ഉപരിഘടനയിലെ സവിശേഷ ഘടകങ്ങൾക്ക് പ്രത്യേകമായി പങ്കെടുക്കാൻ കഴിയും. തുടർന്ന് പറയും, ആൻഡ് ഇൻ മെനി കേസസ് പ്രപ്പണ്ടേറ്റ് ഇൻ ദ ഡിറ്റർമിനിങ് ദെയർ ഫോം. ചില സന്ദർഭങ്ങളിലെങ്കിലും ഈ അടിത്തറയുടെ സ്വഭാവത്തെ നിർണയിക്കാനും അല്ലെങ്കിൽ ഈ ചരിത്രപരമായ സമരപ്രക്രിയകളെ നിർണയിക്കാനും ഉപരിഘടനാപരമായ പ്രതിഭാസങ്ങൾക്ക് കഴിയും. ഉൽപാദന വ്യവസ്ഥാപരമായ പരിവർത്തനങ്ങളുടെ പരിണാമത്തിലൂടെ മാത്രം രൂപപ്പെടുന്നതല്ല ദ ആക്ച്വൽ ഹിസ്റ്റോറിക്കൽ സ്ട്രഗിൾസ്. നിർണായകമായ ചരിത്ര സമരങ്ങളിൽ ഉപരിഘടനാപരമെന്ന് വിളിക്കുന്ന മതം, ഭക്തി, രാഷ്ട്രീയാശയങ്ങൾ, പ്രത്യയശാസ്ത്രധാരണകൾ, സൗന്ദര്യാത്മക ഘടകങ്ങൾ, ഇവയ്ക്കൊക്കെ പല രൂപത്തിൽ ഇടപെടാൻ കഴിയുമെന്നു മാത്രമല്ല, ചില സന്ദർഭങ്ങളിലെങ്കിലും ആ സമരത്തിൻ്റെ അന്തിമമായ നിർണയന സ്വഭാവം കൈവരിക്കാൻ തന്നെ ആ ഘടകങ്ങൾക്ക് കഴിയുകയും ചെയ്യും. ഇങ്ങനെ മേൽപ്പുരയുടെ പ്രഭാവത്തിന് അനുപൂരകമായിരിക്കും സമ്പദ്ഘടനയുടെ സ്വഭാവമെന്ന മാർസിൻ്റെ സാന്ദർഭികമായൊരു വിശദീകരണത്തെ വളരെ വിപുലമായ തോതിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് എംഗൽസ് സംസ്കാരത്തെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാടിനെ വികസിപ്പിച്ച് കൊണ്ടുവന്നത്. അതായത് ലളിതമായിട്ട് പറഞ്ഞാൽ, അടിത്തറ മേൽപ്പുര എന്നത്
യാന്ത്രികമായ ഒരു പ്രതിഫലന യുക്തിയായി മനസ്സിലാക്കിക്കൂടാത്തതാണ്. അതിവിപുലമായ അർത്ഥത്തിൽ ഉൽപ്പാദന വ്യവസ്ഥാപരമാണ് ആശയങ്ങൾ. പക്ഷെ അതിനർത്ഥം ആശയങ്ങൾ ഉൽപ്പാദന വ്യവസ്ഥയെ ലളിതമായി പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, സംസ്കാരം ഉൽപ്പാദന വ്യവസ്ഥയെ ലളിതമായി പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല, മറിച്ച് സവിശേഷ സന്ദർഭങ്ങളിൽ സംസ്കാര ഘടകങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുകയും ഉൽപ്പാദന വ്യവസ്ഥയടക്കമുള്ളവയെ അത് സ്വാധീനിക്കുകയും ചെയ്യും എന്ന് മാത്രമല്ല, ചരിത്ര പരിണാമത്തെ നിർണ്ണയിക്കുന്ന നിർണായകമായ സമരസന്ദർഭങ്ങളിൽ ചിലപ്പോഴെങ്കിലും ഉപരിഘടനാപരമായ അംശങ്ങൾ ആ നിർണയനത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് ഉയർന്നു വരികയും ചെയ്യും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിർഭാഗ്യവശാൽ എംഗൽസ് തള്ളിക്കളയാൻ ശ്രമിച്ച ഒരേയൊരു കേന്ദ്ര ഘടകം സമ്പദ് വ്യവസ്ഥയാണ് എന്ന എംഗൽസിൻ്റെ ഭാഷയിൽ അബ്സേർഡ്, മീനിങ്ലെസ് ആൻഡ് അബ്സ്ട്രാക്ട് നോഷൻ, അസംബന്ധവും അർത്ഥശൂന്യവും അമൂർത്തവുമായ ആ ധാരണ മാർക്സിസത്തിൻ്റെ സാംസ്കാരിക സമീക്ഷയാണ് എന്ന മട്ടിൽ സോവിയറ്റ് മാർക്സിസത്തിൻ്റെ ഘട്ടത്തിൽ വ്യാപകമായി പറഞ്ഞുറപ്പിക്കപ്പെടുകയും സംസ്കാരത്തിൻ്റെ മണ്ഡലം ഉൽപ്പാദന വ്യവസ്ഥയെ പകർത്തി കാണിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് സാമൂഹ്യ പരിണാമത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഉൽപ്പാദന ബന്ധങ്ങളെ പൊളിച്ചു പണിയുകയും അതിനെ നിരന്തരം നവീകരിക്കുകയും ഉൽപ്പാദന ശക്തികളെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയുമാണ് എന്ന ഉൽപ്പാദന വളർച്ചാ സിദ്ധാന്തം മാർക്സിസത്തിൻ്റെ സമഗ്ര വീക്ഷണത്തെ അട്ടിമറിച്ച് ഒരർത്ഥത്തിൽ ബൂർഷ്വാ വ്യാവസായിക വളർച്ചയുടെ ഒരു പ്രച്ഛന്ന സിദ്ധാന്തത്തിൻ്റെ രൂപത്തിൽ സോവിയറ്റ് മാർക്സിസത്തിൽ മേൽക്കൈ നേടുകയും സംസ്കാരത്തിൻ്റെ മണ്ഡലത്തിൽ ഇടപെട്ട മനുഷ്യരെയൊക്കെ സോവിയറ്റ് യൂണിയൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവിടെ നിന്ന് അവർക്ക് നാടുവിട്ടു പോകേണ്ട സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. വാസ്തവത്തിൽ 1920കളിൽ നോക്കിയാൽ ലോകത്ത് മോഡേണിസ്റ്റ് കല വികസിച്ചു വരുന്ന സമയത്ത് മോഡേണിസത്തിൻ്റെ കേന്ദ്രം മോസ്കോയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴോ പറഞ്ഞിരുന്നു അത്. അവിടെ മേയർ ഹോൾഡ് ഉണ്ട്, അവിടെ സ്റ്റാനിസ്ലാവ്സ്കി ഉണ്ട്, അവിടെ റോമൻ ജാക്കോബ്സൺ ഉണ്ട്, അവിടെ വോളോഷിനോ ഉണ്ട്, ബക്തിനുണ്ട്, അല്ലെങ്കിൽ ചിത്രകലയിൽ കണ്ടിൻസ്കി ഉണ്ട്, സംഗീതത്തിൽ ചൈക്കോവ്സ്കി ഉണ്ട്. ഇങ്ങനെ മോഡേണിസത്തിൻ്റെ എല്ലാ കുതിപ്പുകളും, മയക്കോവ്സ്കിയെ പോലുള്ള വലിയ കവികളുണ്ട്, എല്ലാ കുതിപ്പുകളും 1920 നിങ്ങൾക്ക് റഷ്യയിൽ കാണാം. ലെനിൻ അതിനെല്ലാം കൂട്ടി വിളക്കുന്നുണ്ട്. പക്ഷേ 1930കളാവുമ്പോഴേക്കും സംസ്കാരത്തിൻ്റെ മണ്ഡലം ഉൽപ്പാദന വ്യവസ്ഥയുടെ ഒരു അനുബന്ധ മണ്ഡലമാണ് എന്ന് വരികയും സോഷ്യലിസ്റ്റ് റിയലിസം എന്ന് പറയുന്ന ഷഡാനോവിയൻ സിദ്ധാന്തം ഉൽപ്പാദന വ്യവസ്ഥയെ പകർത്തി കാണിക്കുകയും വരാനിരിക്കുന്ന ലോകവിപ്ലവത്തെ മുൻകൂറായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും തൊഴിലാളി വർഗത്തിൻ്റെ അന്തിമമായ വിമോചനത്തെ ആവിഷ്കരിക്കുകയും ചെയ്യുന്നതാണ് സോഷ്യലിസ്റ്റ് കലയുടെ അടിസ്ഥാന ദൗത്യമെന്ന് പറയുകയും അതിൽ നിന്ന് ഭിന്നമായി ആലോചിക്കുന്നവരെ, ആശയങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചവരെ പ്രതിവിപ്ലവകാരികൾ, വഞ്ചകന്മാർ എന്നെല്ലാം മുദ്രകുത്തുകയും ധാരാളം പേരെ കൊന്നൊടുക്കുകയും ധാരാളം പേർ നാടുവിട്ടു പോവുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി 1930നും 60നും ഇടയ്ക്ക് സോവിയറ്റ് യൂണിയനിൽ നിന്ന് നിർണായക ശക്തിയുള്ള ആധുനികരായ മിക്കവാറും എല്ലാ എഴുത്തുകാരും കലാകാരന്മാരും ഒഴിഞ്ഞു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. എന്ന് മാത്രമല്ല, സോവിയറ്റ് യൂണിയൻ അന്ന് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന അതുല്യമായ മേൽക്കൈയുടെ ഭാഗമായി ഷഡാനോവ് വികസിപ്പിച്ചെടുത്ത ഈ സോഷ്യലിസ്റ്റ് റിയലിസ്റ്റ് സങ്കല്പമാണ് മാർക്സിസ്റ്റ് കലാദർശനം എന്ന അസംബന്ധം ലോകത്തെ ഔപചാരിക പ്രസ്ഥാനങ്ങളിലൊക്കെ ശക്തിപ്പെടുകയും മോഡേണിസം എന്ന് പറഞ്ഞാൽ ബൂർഷ്വാ ജീർണതയാണ് എന്നെല്ലാമുള്ള തലതിരിഞ്ഞ വാദങ്ങൾ മാർക്സിസത്തിൻ്റെ അക്കൗണ്ടിൽ നാടെമ്പാടും പ്രചരിക്കുകയും ചെയ്തു. ലോകത്തെ വലിയ മാർക്സിസ്റ്റുകൾ അതിനെ തള്ളിക്കളഞ്ഞതാണ് കേട്ടോ. വാൾട്ടർ ബെഞ്ചമിനെ പോലെ, ബർട്ടോൾട്ട് ബ്രെറ്റിനെ പോലെ ഒക്കെയുള്ള വലിയ മാർക്സിസ്റ്റുകൾ മോഡേണിസത്തിന് വേണ്ടി വാദിച്ചതാണ്. അതിൻ്റെ സൂക്ഷ്മതകളെ അവർ നന്നായി വിശദീകരിച്ചതാണ്. രൂപത്തെ ചരിത്രവൽക്കരിക്കാൻ വലിയ തോതിൽ ശ്രമിച്ചതാണ്. പക്ഷേ ആ ശ്രമങ്ങൾക്കൊന്നും വില കിട്ടിയില്ല. യാന്ത്രികമായ ഈ വീക്ഷണങ്ങൾ അവയ്ക്കെല്ലാം മുകളിൽ ഉയർന്നു വന്ന് ഏതാണ്ട് 1960-70കൾ വരെ ഒരു 3-4 പതിറ്റാണ്ട് കാലം സോഷ്യലിസ്റ്റ് റിയലിസത്തിൻ്റെ ഒരു ഇരുമ്പ് ചട്ടക്കൂടാണ് വാസ്തവത്തിൽ മാർക്സിസ്റ്റ് കലാദർശനം എന്ന വളരെ 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 ദുർബലമായ, വളരെ ഇടുങ്ങിയ, വളരെ വളരെ അപകടകരമായ കലയുടെ മൗലികമായ സാധ്യതയെ സമ്പൂർണ്ണമായി നിരസിക്കുന്ന ഒരു വീക്ഷണഗതി മാർക്സിസ്റ്റ് കലാദർശനം എന്ന വേഷത്തിൽ അവതരിക്കാൻ തുടങ്ങി. ഇത് സംസ്കാരത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ വീക്ഷണമായിട്ട് മാറി. അതായത് ആശയാവലികൾ എന്ന് പറയുന്നത് എന്താണ്? ഭൗതിക യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിഫലനങ്ങൾ മാത്രമാണ്. ഭൗതിക യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് ആശയങ്ങളെങ്കിൽ ആശയാനുഭൂതികളെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഭൗതിക യാഥാർത്ഥ്യത്തെ മാറ്റുന്നതനുസരിച്ച് ആശയാനുഭൂതികൾ മാറിക്കൊണ്ടിരിക്കും.
നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ അടിസ്ഥാന വേര് കിടക്കുന്നത് ഇവിടെയാണ്. ജാതി എന്നത് ഒരാശയവ്യൂഹമാണെങ്കിൽ അത് ജന്മിത്വത്തിൻ്റെ അനുബന്ധമാണ്, ആശയപരമായ അനുബന്ധമാണെങ്കിൽ ജന്മിത്വത്തെ പൊളിച്ചാൽ മതി, ജാതി പൊയ്ക്കോളും എന്ന് 1930കളിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് നേതൃത്വം സാമാന്യേന ധരിച്ചതിൻ്റെ ഒരു കാരണം സംസ്കാരം മേൽപ്പുരയാണ് എന്ന വീക്ഷണഗതിയുടെ വൈകല്യമാണ്. സംസ്കാരം മേൽപ്പുരയല്ല. എംഗൽസ് പറഞ്ഞ വാക്യം നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുന്നത്, ബട്ട് ദീസ് all react on one another and also upon the economic basis. ഉപരിഘടനാപരമായ പ്രതിഭാസങ്ങൾ തമ്മിൽ പ്രവർത്തിക്കും എന്ന് മാത്രമല്ല, അവ ഉൽപാദന ബന്ധങ്ങളിലും പ്രവർത്തിക്കും. അടുത്തൊരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു, the economic situation is the basis but the various elements of the superstructure. ഉപരിഘടനാപരമായ പ്രതിഭാസങ്ങൾ they also exercise their influence upon the course of the historical struggles. ചരിത്രപരമായ സമരങ്ങളിൽ നിർണായകമായി ഇടപെടാൻ ഉപരിഘടനാപരമായ ഘടകങ്ങൾക്ക് കഴിയും എന്ന് മാത്രമല്ല, ചില സന്ദർഭങ്ങളിലെങ്കിലും ചരിത്രപരമായ സമരത്തെ നിർണയിക്കുന്നത് തന്നെ ഈ ഉപരിഘടനാപരമായ ഘടകങ്ങൾ ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉപരിഘടനാപരം എന്ന ആ മെറ്റഫോറിക്കായ അർത്ഥം കൊടുത്ത് അടിത്തറയിൽ നിന്ന് നിങ്ങൾ കെട്ടിപ്പൊക്കുന്ന ഒരു അനുബന്ധ രൂപമാണ് സംസ്കാരമെന്ന് കരുതാൻ തുടങ്ങിയാൽ വാസ്തവത്തിൽ മനുഷ്യ ജീവിതത്തെ ശരിയാവണ്ണം മനസ്സിലാക്കാൻ കഴിയില്ല. ആശയങ്ങളെ കേവലാശയങ്ങളായി കാണുന്ന അതിഭൗതിക വീക്ഷണത്തിനെതിരെ ആശയങ്ങളെ ചരിത്രത്തിലിടപെടുന്ന ഭൗതിക ശക്തികളായി കാണുന്ന വൈരുദ്ധ്യാത്മക വീക്ഷണം വികസിപ്പിക്കാനാണ് മാർക്സ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് 1843 ക്രിട്ടിക് ഓഫ് ഹെഗൽസ് ഫിലോസഫി ഓഫ് റൈറ്റ്സ്, ഹെഗലിൻ്റെ നിയമദർശന നിരൂപണം എന്ന തൻ്റെ പ്രബന്ധത്തിൽ മാർക്സ് ഈ പറയുന്ന നിർണായകമായ ഒരു പ്രസ്താവന നടത്തുന്നത്, ഐഡിയാസ് ബിക്കം മെറ്റീരിയൽ ഫോഴ്സ് വെൻ ഇറ്റ് ഗ്രിപ്സ് ദ മാസസ്. ജനങ്ങൾക്ക് മേൽ പിടിമുറുക്കാൻ കഴിഞ്ഞാൽ ആശയങ്ങൾ അതിൽ തന്നെ ഭൗതിക ശക്തികളാണ്. അല്ലാതെ അനുബന്ധ രൂപങ്ങളായി ഭൗതിക ബന്ധങ്ങളിൽ നിന്ന്, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന അനുബന്ധ ലോകമല്ല. ഭൗതിക രൂപങ്ങളെ തന്നെ നിർണയിക്കാനോ മാറ്റിമറിക്കാനോ കഴിവുള്ള ഭൗതിക ശക്തിയായിട്ടാണ് ആശയങ്ങൾ പ്രവർത്തിക്കുക. ഇങ്ങനെ ആശയങ്ങളുടെ ഭൗതികത എന്നത് വാസ്തവത്തിൽ മാർക്സിസ്റ്റ് സംസ്കാര വിമർശനത്തിൻ്റെ സുപ്രധാനമായൊരു ഉള്ളടക്കമാണ്. പക്ഷേ ആ സുപ്രധാനമായ ഉള്ളടക്കം പൊതുവെ പറഞ്ഞാൽ സോവിയറ്റ് മാർക്സിസത്തിൻ്റെ കാലത്തും അത് രൂപപ്പെടുത്തിയ മാർക്സിസ്റ്റ് ധാരണകളിലും വേണ്ട പോലെ പരിഗണിക്കപ്പെടുണ്ടായില്ല. എംഗൽസിൻ്റെയും മാർക്സിൻ്റെയും തിരുത്തലുകൾക്ക് ശേഷം പോലും അവർ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അതാണ് സംസ്കാരത്തെക്കുറിച്ചുള്ള നമ്മുടെ ഔപചാരിക ധാരണയായി പലപ്പോഴും നിലനിന്നത്. എംഗൽസ് പറയുന്ന വാക്യം തന്നെയാണ് അവിടെ പ്രധാനം. If someone twists this into saying that the economic element is the only determining one, സമ്പദ് വ്യവസ്ഥ മാത്രമാണ് ഒരേയൊരു നിർണായകമെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ, he transforms our proposition, ഞങ്ങളുടെ ഈ തത്വം അവർ രൂപാന്തരപ്പെടുത്തുകയാണ്. എവിടേക്ക്? into a meaningless, abstract and absurd phrase. അസംബന്ധമാണ്, അർത്ഥശൂന്യമാണ്. അസംബന്ധവും അർത്ഥശൂന്യവുമായ ഒരു പ്രസ്താവനയാക്കി അതിനെ മാറ്റുകയാണ്. നിർഭാഗ്യവശാൽ ഈ അസംബന്ധ അർത്ഥശൂന്യ പ്രസ്താവനയ്ക്ക് ഒരു അരനൂറ്റാണ്ടെങ്കിലും നല്ല പിടിമുറുക്കുണ്ടായിരുന്നു. ഇപ്പോഴും ആ പിടി അയാത്തത് കൊണ്ടാണ് സംസ്കാരത്തെക്കുറിച്ച് പറയുന്നത് സാംസ്കാരിക മാർക്സിസമാണ്, അതൊരു നേരം പോക്കാണ് എന്ന് നമ്മുടെ മാർക്സിസ്റ്റുകളിൽ തന്നെ വലിയൊരു വിഭാഗം ഇപ്പോഴും കരുതുന്നത്. ഈ ധാരണയിൽ നിന്ന് വിടുതി നേടാതെ വാസ്തവത്തിൽ ഇനി മാർക്സിസ്റ്റ് ആശയങ്ങൾക്ക് നിർണായകമായൊരു കുതിപ്പ് കൈവരിക്കുക സാധ്യമല്ല. കാരണം ഉൽപാദന വ്യവസ്ഥയോടൊപ്പം തന്നെ സംസ്കാരത്താൽ നിർണയിക്കപ്പെടുന്ന സമൂഹ ബന്ധങ്ങളെന്നത് അത്യന്ത ശക്തമായി കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ എന്താ പറയുക, മിഥ്യാപ്രതീതികളുടെ, വെർച്വൽ റിയാലിറ്റി എന്നൊക്കെ പറയുന്ന ഭ്രമാത്മക യാഥാർത്ഥ്യത്തിൻ്റെ തന്നെ പ്രകൃതം അതിൻ്റെ ഭൗതികമായ അടിസ്ഥാനത്തെ ഭേദിച്ച് മിഥ്യാപരമായി തീരുകയും മിഥ്യാപരത തന്നെ യാഥാർത്ഥ്യത്തിൻ്റെ ഉള്ളടക്കമായി തീരുകയും ചെയ്യുന്ന
ഒരു പുതിയ സ്ഥിതിവിശേഷം വിവരസാങ്കേതിക വിദ്യയൊക്കെ പ്രദാനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭൗതിക വസ്തുരൂപങ്ങളാണ് ഭൗതികത എന്ന് കാണുകയും ഭൗതികേതരമായ രൂപങ്ങളൊക്കെ അതിഭൗതികമോ അഭൗതികമോ ആണ് എന്ന് കരുതുന്ന യാന്ത്രികവാദത്തിൻ്റെ പിടിയിൽ പെടുകയും ചെയ്താൽ മാർക്സിസത്തിന് നമ്മുടെ കാലം ഉയർത്തുന്ന ചോദ്യങ്ങളോട് സർഗാത്മകമായി പ്രതികരിക്കാൻ നിശ്ചയമായും കഴിയില്ല. അതുകൊണ്ട് ഈ അടിസ്ഥാന വിച്ഛേദത്തെ എന്നല്ല ഞാൻ പറയണത്, ആൻറ്റി മാർക്സിസ്റ്റായ ഡൈക്കോട്ടമിയാണ് സമ്പദ് വ്യവസ്ഥയും സംസ്കാരവും. മാർക്സിസം ബൈനറികൾക്കെതിരാണ്. മാർക്സിസം പ്രക്രിയയ്ക്ക് വേണ്ടിയാണ് നിലകൊണ്ടത്. സംസ്കാരത്തെ പ്രക്രിയാപരമാക്കുകയാണ് മാർക്സിസം ചെയ്തത്. അല്ലാതെ മനുഷ്യരുടെ തലയിൽ ഉദിക്കുന്ന ആശയങ്ങളുടെയും മനുഷ്യരനുഭവിക്കുന്ന അനുഭൂതികളുടെയും സ്വകാര്യ ലോകമായി സംസ്കാരത്തെ കാണാൻ അനുവദിക്കാതെ ഉൽപാദന ബന്ധങ്ങളുടെ സമഗ്ര വ്യവസ്ഥയും ആ സമഗ്ര വ്യവസ്ഥയിൽ നിന്ന് രൂപപ്പെടുന്ന ആശയാനുഭൂതികളും ആ ആശയാനുഭൂതികൾ അനുഭവിക്കുന്ന മനുഷ്യരും അവർ പങ്കുചേരുന്ന ഉൽപാദന വ്യവസ്ഥയും. നോക്കൂ, ഈ ഉൽപാദന വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യർ പങ്കെടുക്കാതെ പുറത്തു നിൽക്കുന്ന ഒരു യന്ത്രമല്ല. ഏജൻസിയുള്ള മനുഷ്യരാണ് അവരെ പങ്കെടുക്കുന്നത് ഉൽപാദന വ്യവസ്ഥയിൽ. ആ ഏജൻസിയുള്ള മനുഷ്യനെ രൂപപ്പെടുത്തുന്നത് ഈ സാംസ്കാരികം എന്ന് വിളിക്കുന്ന ആശയാനുഭൂതികളാണ്. ഈ ആശയാനുഭൂതികളാകട്ടെ ഉൽപാദന വ്യവസ്ഥയിൽ നിന്ന് ഉടലെടുക്കുന്നതുമാണ്. അതുകൊണ്ട് ഉൽപാദന വ്യവസ്ഥയും സംസ്കാര മണ്ഡലവും അതിൽ പങ്കുചേരുന്ന മനുഷ്യരും തമ്മിലുള്ള പരസ്പര വിനിമയത്തിൻ്റെ പ്രക്രിയാപരതയെയാണ് സംസ്കാരം എന്ന നിലയിൽ മാർക്സിസം മുമ്പോട്ട് വയ്ക്കാൻ ശ്രമിച്ചത്. വെട്ടിമാറ്റപ്പെട്ട ആശയാനുഭൂതികളുടെ ഒരു സ്വകാര്യ ലോകമല്ല. വെട്ടിമാറ്റപ്പെട്ട ആശയാനുഭൂതികളുടെ സ്വകാര്യ ലോകത്തെ സംസ്കാരമാക്കാനുള്ള ശ്രമമായിരുന്നു ബൂർഷ്വാസി നടത്തിയത്. അതാണ് ആർണോൾഡിയൻ ആശയമായിട്ടും ആന്ത്രപ്പോളജിക്കൽ ആശയങ്ങളായിട്ടും 19-ാം നൂറ്റാണ്ടിൽ വന്നത്. മാർക്സ് അതിനെ രണ്ടിനെയും നിഷേധിച്ച് സത്താപരം എന്ന് വിളിക്കാവുന്ന സംസ്കാര സങ്കല്പത്തിനെതിരെ സംസ്കാരത്തെ ഉൽപാദന വ്യവസ്ഥാപരമായ പ്രക്രിയയാക്കി മാറ്റുകയാണ് ചെയ്തത്. ആ പ്രക്രിയാപരതയെ, ചരിത്രപരതയെ അതിഭൗതികമായൊരു കേവലാശയ സങ്കല്പം കൊണ്ട് മറച്ചു വയ്ക്കുന്ന നിലയിലാണ് നിർഭാഗ്യവശാൽ പിൽക്കാലത്ത് ഈ ആശയങ്ങൾ മാറിയത്. എംഗൽസ് ധാരാളം എഴുതിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒറ്റ നോട്ടത്തിൽ തന്നെ 4-5 കത്തുകളിൽ എംഗൽസ് ഈ കാര്യം പറയുന്നുണ്ട്. 1890 സെപ്റ്റംബർ 21-22 ഏണസ്റ്റ് ബ്ലോക്കിന് എഴുതിയ കത്ത്, അതുപോലെ തന്നെ 1890 ഒക്ടോബർ 27 ഷ്മിഡിന് എഴുതിയ കത്ത്, 1893 ജൂലൈ 14 ഫ്രാൻസ് മെഹറിങ്ങിന് എഴുതിയ കത്ത്, 1892 ജനുവരി 12 ഹെയ്നിസ് ട്രാക്കൻബർഗിന് എഴുതിയ കത്ത്. ഈ കത്തുകളിലൊക്കെ എംഗൽസ് ഈ കാര്യം പറയുന്നു. മാർക്സ് മരിച്ച് എംഗൽസ് മരിക്കുന്നത് 95-ലാണ്. എംഗൽസ് മരിക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു 4-5 വർഷക്കാലത്തിനിടയ്ക്ക് എംഗൽസിൻ്റെ കത്തുകൾ ഓടിച്ചു നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ കഴിയുന്ന 5-6 സ്ഥലങ്ങളിൽ ദീർഘമായ വിശദീകരണം എംഗൽസ് ഈ സംസ്കാര ഘടനയെ കേവല ഉപരിഘടനയായി കാണുന്നതിനെതിരെ നിർദ്ദേശിച്ചിട്ടുണ്ട്. തൻ്റെ മരണത്തിന് മുമ്പ് സംഭവിച്ചൊരു ദൗർഭാഗ്യം എന്താണെന്ന് വെച്ചാൽ എംഗൽസ് എഴുതിയ ഈ കത്തുകളൊക്കെ മാർക്സിസ്റ്റ് ഡിസ്കോഴ്സിലേക്ക് പിന്നെ കടന്നു വരുന്നത് 1930-40കളിലാണ്. അതിനു മുമ്പ് അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നില്ല. ഈ 30-40കളിലാവുമ്പോഴേക്കും എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെനിൻ്റെ പാരമ്പര്യത്തിന് മുകളിലേക്ക് സോവിയറ്റ് മാർക്സിസത്തിൻ്റെ പുതിയൊരു പാരമ്പര്യം ഉയർന്നു വരികയും സോഷ്യലിസ്റ്റ് റിയലിസം പോലുള്ള ആശയാവലികൾ ഉറയ്ക്കുകയും അതിനെ തള്ളിക്കളയുന്ന ഇത്തരം വീക്ഷണങ്ങളെയൊക്കെ സോവിയറ്റ് യൂണിയൻ തന്നെ ഒഫീഷ്യലായിട്ട് മാർജിനലൈസ് ചെയ്യുകയും ഒക്കെയാണ് അന്ന് സംഭവിച്ചത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വേരാസ് വസൂലിച്ചിൻ്റെ കത്തുണ്ടല്ലോ, അതായത് റഷ്യയിലെ കർഷക കമ്മ്യൂണുകൾക്ക് മുതലാളിത്തത്തിൻ്റെ മാരകമായ പരിക്കുകളില്ലാതെ റഷ്യയെ വിപ്ലവത്തിലേക്ക് നയിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കാം എന്ന മാർക്സിൻ്റെ നിരീക്ഷണത്തെ ഒഫീഷ്യലായി റഷ്യ പിന്നീട് വിശദീകരിച്ചത്, സോവിയറ്റ് യൂണിയൻ വിശദീകരിച്ചത്, അത് മാർക്സിന് റഷ്യൻ സ്ഥിതിഗതികളെക്കുറിച്ച് വേണ്ടത്ര ധാരണയില്ലാത്തതുകൊണ്ട് എഴുതിയതാണ്. എളുപ്പം കഴിഞ്ഞല്ലോ. മാർക്സ് വാർദ്ധക്യത്തിലെത്തിയിരുന്നു. അദ്ദേഹത്തിന് റഷ്യൻ സ്ഥിതിഗതികളെക്കുറിച്ച് വേണ്ടത്ര ധാരണ ഉണ്ടായിരുന്നില്ല. മാർക്സിൻ്റെ ധാരണക്കുറവിൻ്റെ പ്രശ്നമൊന്നുമല്ല. മാർക്സ് അത് റഷ്യയെക്കുറിച്ച് മാത്രമല്ല, വടക്കേ അമേരിക്കയെക്കുറിച്ച്, അയർലൻഡിനെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച്, ഏഷ്യൻ മേഖലകളെക്കുറിച്ച് ഒക്കെ ആലോചിക്കുന്നുണ്ട്. യൂറോ സെൻട്രിക്കായ ഒരു പെർസ്പെക്റ്റീവിന് അപ്പുറത്തേക്ക് തൻ്റെ ആലോചനകളെ വികസിപ്പിച്ച് അതിനെക്കൂടി വിപ്ലവപരമായി കൂട്ടിയിണക്കാൻ തൻ്റെ പദ്ധതിയെ തന്നെ എങ്ങനെ നവീകരിക്കണം എന്നുള്ള ചോദ്യം മാർക്സ് ഉന്നയിക്കുന്നത് 70-ക്ക് ശേഷമാണ്. ആ ചോദ്യങ്ങളെ കൂടി വാസ്തവത്തിൽ മാർക്സിസത്തിൻ്റെ പാരമ്പര്യത്തിനകത്ത് നാം പെടുത്തേണ്ടതാണ്. അത് പക്ഷേ പെടുകയുണ്ടായില്ല. അതുപോലെ പെടാതെ പോയ ഒന്നാണ് ഈ പറഞ്ഞ ആശയങ്ങളും. ഈ പറഞ്ഞതെല്ലാം വച്ചിട്ട് ഇങ്ങനെ
മാർക്സിൻ്റെ ആലോചനകളിലും എംഗൽസിൻ്റെ വിശദീകരണങ്ങളിലും എല്ലാം കൂടി വന്ന മാർക്സിസത്തിൻ്റെ ക്ലാസിക്കലായ, മാർക്സിസത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ നിന്ന്, മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും രചനകളിൽ നിന്ന് അവർ രൂപപ്പെടുത്തിയ സംസ്കാര സിദ്ധാന്തത്തിൻ്റെ കാതൽ എന്താണ് എന്ന് ചോദിച്ചാൽ 4-5 കാര്യങ്ങളായിട്ട് നമുക്കതിനെ ചുരുക്കി പറയാം. ഒന്ന്, സംസ്കാരം എന്നത് കേവലാശയങ്ങളുടെ മേഖലയല്ല. ആർണോൾഡും ബൂർഷ്വാ സാംസ്കാരിക സൈദ്ധാന്തികരും പറയുന്നത് പോലെ മനുഷ്യർ കൊണ്ടു നടക്കുന്ന ആശയങ്ങളും അനുഭൂതികളും അറിവും എല്ലാം ഉൾപ്പെടുന്നൊരു മണ്ഡലമല്ല, കേവല മണ്ഡലമല്ല സംസ്കാരം. മറിച്ച് അതത് കാലയളവിലെ ഉൽപാദന ബന്ധങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നവയാണ് ആശയാവലികളുടെ, അനുഭൂതികളുടെ ലോകം എന്നത്. 2, എന്നാൽ ഉൽപാദന വ്യവസ്ഥയും സമ്പദ്ഘടനയുമാണ് സംസ്കാരത്തിൻ്റെ ഒരേ ഒരു പ്രഭവമെന്നും ഒരേ ഒരു നിർണായക ഘടകം എന്നും വാദിക്കുന്നത് തെറ്റാണ്. 3, സാംസ്കാരിക ഘടനയിലെ ഓരോ മണ്ഡലവും മാർക്സ് ഒരു സ്ഥലത്ത് സൂചിപ്പിക്കുന്നുണ്ട്, എംഗൽസ് ഒരു സ്ഥലത്ത് സൂചിപ്പിക്കുന്നുണ്ട്. സാംസ്കാരിക ഉപരിഘടന എന്ന് പൊതുവായി പറയുമെങ്കിലും അവിടെ നിയമം, മതം, കല, തത്വചിന്ത, സാഹിത്യം, പല ഘടകങ്ങളുണ്ടാവും എന്ന് സൂചിപ്പിച്ചിട്ട് എംഗൽസ് പറയുന്നത് അവയ്ക്ക് ഓരോന്നിനും അവയുടേതായ സവിശേഷ പ്രവർത്തന രീതികളും അതിൻ്റെ നിയമാവലികളും ഉണ്ട്. അതുകൊണ്ട് സംസ്കാരത്തിൻ്റെ മണ്ഡലം പ്രതിഫലനപരമായ ഒറ്റ കട്ടയായിട്ടിരിക്കുകയല്ല, അവ വളരെ ഭിന്ന ഭിന്നങ്ങളാണ്. ഓരോന്നിനും അതാതിൻ്റെ സവിശേഷ സ്വഭാവങ്ങളുണ്ട്, സവിശേഷമായ പ്രവർത്തന രീതികളും ഉണ്ട്. അതുകൊണ്ട് സാംസ്കാരിക ഉപരിഘടനയിലെ ഓരോ മണ്ഡലവും അതാതിൻ്റെ നിയമാവലികൾക്കും വ്യവസ്ഥകൾക്കും അനുസൃതമായി പ്രവർത്തിക്കുന്നവയാണ്. 4, ഉപരിഘടനയിലെ ഘടകങ്ങൾ പരസ്പരം പ്രതിപ്രവർത്തിക്കാനും ഫലമുളവാക്കാനും കഴിയുന്നവയാണ്. രാഷ്ട്രീയം മതത്തിലും, മതം തത്വചിന്തയിലും, തത്വചിന്ത സൗന്ദര്യത്തിലും, മതം സൗന്ദര്യാത്മകതയിലും ഒക്കെ സ്വാധീനം ചെലുത്തുകയും അവയെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതല്ലാതെ ഉൽപാദന വ്യവസ്ഥയാൽ മാത്രം നിർണയിക്കപ്പെടുന്ന ഏകാത്മകമായ ഒരു പ്രതിഫലനക്രമമല്ല ഈ സംസ്കാരത്തിൻ്റെ മണ്ഡലം നിലനിർത്തുന്നത്. തമ്മിൽ അവ സ്വാധീനിക്കും. 5, അടിത്തറ ഉപരിഘടന എന്ന പോലെ ഉപരിഘടന അടിത്തറയിലും പ്രതിപ്രവർത്തിക്കുകയും സ്വാധീനം ചെലുത്തുകയും ചെയ്യും. ചരിത്ര പരിണാമത്തിൻ്റെ നിർണായക സന്ദർഭങ്ങളിൽ അതിനെ നിർണയിക്കുന്ന ശക്തിയായി ചിലപ്പോഴെങ്കിലും മേൽപ്പുരയിലെ സാംസ്കാരിക ഘടകങ്ങൾക്ക് ഉയർന്നു വരാൻ കഴിയും. ഈ 5 തത്വങ്ങൾ വാസ്തവത്തിൽ പിൽക്കാലത്ത് നാം വ്യാഖ്യാനിച്ചുണ്ടാക്കുന്നതോ നവമാർക്സിസ്റ്റുകളുടെ പുതിയ വിശദീകരണങ്ങളോ ഒന്നുമല്ല, മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും സംസ്കാര സംബന്ധമായ ആലോചനകളിൽ നിന്ന് നേരിട്ട് നമുക്ക് എത്തിച്ചേരാവുന്ന നിരീക്ഷണങ്ങളാണ്. വാസ്തവത്തിൽ നവമാർക്സിസമോ പിന്നീടുള്ള മാർക്സിസ്റ്റ് വിശകലനങ്ങളോ പറഞ്ഞവയിൽ ഇതിനേക്കാൾ കവിഞ്ഞ താത്വികമായി അടിസ്ഥാന തത്വങ്ങൾ എന്ന നിലയ്ക്ക് ഇതിനേക്കാൾ വലിയ കുതിപ്പുകളൊന്നുമില്ല. ഇവയുടെ സൂക്ഷ്മരൂപത്തിലുള്ള വിശദീകരണങ്ങളേ ഉള്ളൂ. ഗ്രാംഷി ആയാലും അൽത്യൂസർ ആയാലും അല്ലെങ്കിൽ ഫ്രെഡറിക് ജെയിംസൺ ആയാലും അവരൊക്കെ ഈ അടിസ്ഥാന സമീക്ഷയെ പല നിലകളിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ സങ്കല്പനോപാധികളും ചട്ടക്കൂടുകളും ആശയക്രമീകരണങ്ങളും വലിയ സൂക്ഷ്മതയോടെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ അടിസ്ഥാന തത്വം മാർക്സും എംഗൽസും വിശദീകരിച്ചതാണ്. ഈ തത്വത്തെ അവർ പറഞ്ഞതിൽ നിന്ന് നേർവിപരീതമായ ക്രമത്തിൽ ഉറപ്പിച്ചെടുത്തു എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മുടെ മുഖ്യധാരാ സങ്കല്പത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ തരക്കേട്. അത് ഉൽപാദന വ്യവസ്ഥാപരമാണ് സംസ്കാരം എന്നതിന് ഉൽപാദന വ്യവസ്ഥയുടെ പ്രതിഫലനമാണ് ആശയമണ്ഡലം എന്ന് കാണുകയുണ്ടായി. സംസ്കാരം ഉൽപാദന വ്യവസ്ഥാപരമാണ് എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ അതിഭൗതികതയെ നിഷേധിക്കലാണ്, അതിഭൗതികതയെ തള്ളിക്കളയലാണ്, കേവലതയെ തള്ളിക്കളയലാണ്. മറിച്ച് സംസ്കാരം അടിത്തറയുടെ സമ്പദ് വ്യവസ്ഥയുടെ പ്രതിഫലന രൂപമാണ് എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ ജീവിതത്തെ തന്നെ റദ്ദാക്കി കളയലാണ്. രണ്ടും 2 കാര്യമാണ്, ഒരേ കാര്യമല്ല. രണ്ടും പരസ്പര വിരുദ്ധമായ 2 കാര്യങ്ങളാണ്. ഈ രണ്ടാമത്തെ കാര്യം ഒന്നാമത്തേൻ്റെ അക്കൗണ്ടിൽ ധാരാളമായി നടന്നു എന്നതാണ് ഉണ്ടായൊരു പരിമിതി. അതുകൊണ്ട് ഒരു ഈ കവിതയ്ക്കകത്ത് വർഗസമരം എവിടെ എന്ന് ചോദിക്കും. കവിതയ്ക്കകത്ത് വർഗസമരമൊന്നും ഉണ്ടാവില്ല. നമുക്കൊരു കാലത്തുണ്ടായിരുന്ന വലിയൊരു പ്രശ്നമായിരുന്നു. അങ്ങനെയല്ല വാസ്തവത്തിൽ. ഇപ്പം മാർക്സ്, ഞാൻ അതിൻ്റെ സാന്ദർഭികമായിട്ട് പറയാം, നമ്മുടെ സാഹിത്യ വിമർശനമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. എങ്കിലും
മിന്നാകൗട്സ്കി എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റിൻ്റെ നോവലിനെ കുറിച്ച് എംഗൽസും മാർക്സും തമ്മിലറിയാതെ ഒരുപോലെ നിരൂപണം എഴുതിയിട്ടുണ്ട്. അന്ന് അവർ തമ്മിൽ അറിഞ്ഞിട്ടില്ല മിന്നാകൗട്സ്കിയുടെ നോവൽ. ആ നോവലിനെ കുറിച്ച് മാർക്സും എംഗൽസും ഒരുപോലെ ഉന്നയിച്ച വിമർശനം എന്താണെന്ന് വെച്ചാൽ, ചരിത്ര പ്രതിഭാസങ്ങളുടെ യാന്ത്രിക പ്രതിഫലനങ്ങളായിട്ടാണ് അതിലെ കഥാപാത്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ഷേക്സ്പീരിയൻ റിയലിസം അവയിലില്ല എന്നാണ്. എന്താണ് ഷേക്സ്പീരിയൻ റിയലിസം? ഷേക്സ്പീരിയൻ റിയലിസം എന്ന് പറയുന്നത് അഗാധമായ ചരിത്രബന്ധങ്ങൾ പ്രവർത്തിച്ച് മനുഷ്യരിൽ ആ ചരിത്രബന്ധങ്ങൾ സവിശേഷ അനുഭവങ്ങളായി മാറിത്തീരുന്നതിനെയാണ് ഷേക്സ്പീരിയൻ റിയലിസം എന്ന് പറയുന്നത്. ഈ ഷേക്സ്പീരിയൻ റിയലിസത്തിന് പകരം നാട്ടിൽ നടക്കുന്ന, റോഡിൽ നടക്കുന്ന ഒരു മുദ്രാവാക്യം, വിളിച്ച മുദ്രാവാക്യം അതേപടി നോവലിൽ കയറി എന്ന് വിളിക്കലാണ് റിയലിസം എന്ന് കരുതുന്ന കോമാളിത്തരാണ് ഈ മിന്നാകൗട്സ്കിയുടെ നോവലിലുള്ളത്. അത് ഒട്ടുമേ കലാത്മകമല്ല എന്ന് മാർക്സും എംഗൽസും ഒരുപോലെ എഴുതിയിട്ടുണ്ട്. അവർ തമ്മിലറിയാതെ ഒരുമിച്ച് നിരൂപണം നടത്തിയ പുസ്തകമാണ് മിന്നാകൗട്സ്കിയുടെ നോവൽ. അക്കാലത്ത് അവർ ധാരാളമായിട്ട് ഇപ്പോൾ സിറ്റി ഗേൾ എന്ന് പറയുന്ന നോവലിനെ കുറിച്ച് എഴുതുന്നുണ്ട്, ലസാലയുടെ നാടകങ്ങളെക്കുറിച്ച് എഴുതുന്നുണ്ട്. അതിലൊക്കെ അവരുന്നയിക്കുന്ന വിമർശനത്തിൻ്റെ കാതൽ ഇതാണ്. നിങ്ങൾ ഈ റിയലിസം, പിന്നെ അത് ബെൽസാക്കിൻ്റെ നോവലുകളെ കുറിച്ച് എഴുതുമ്പോൾ മാർക്സ് അത് പിന്നീട് വിശദീകരിച്ചു, എംഗൽസും വിശദീകരിക്കുന്നുണ്ട്. അവർ പറഞ്ഞ എംഗൽസിൻ്റെ പ്രസിദ്ധമായ റിയലിസത്തെക്കുറിച്ചുള്ള നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ, റിയലിസം എന്ന് പറയുന്നത് സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ എന്താ പറയുക, ടൈപ്പുകൾ എന്ന നിലയ്ക്ക് പ്രതിനിധാനം ചെയ്യുന്ന കഥാപാത്രങ്ങൾ വഴിയാണ് അതുണ്ടാവുന്നത്. എന്താണ് ടൈപ്പ് എന്ന് പറയുന്നത്? ടൈപ്പ് എന്ന് പറയുന്നത് ഒരു സവിശേഷമായ സാമൂഹിക വർഗത്തെ പ്രതിനിധീകരിക്കുക, അപ്പോൾ തന്നെ അനന്യമായ സ്വഭാവവിശേഷങ്ങളുള്ള ഒരാളായിരിക്കുകയും ചെയ്യുക. അനന്യമായ ഒരു ഉള്ളടക്കം ഉണ്ടാവുക, വർഗപരമായ യാഥാർത്ഥ്യത്തെ ആ അനന്യതയിലേക്ക് സന്നിവേശിപ്പിക്കുക. ഈ രണ്ട് ഘടകങ്ങൾ ചേരുമ്പോഴേ, അതുകൊണ്ട് സാമൂഹിക യാഥാർത്ഥ്യം കലയിൽ തെളിയുന്നത് പ്രതിഫലനപരമായിട്ടേ അല്ല എന്ന് മാർക്സിനും എംഗൽസിനും വളരെ നന്നായിട്ട് അറിയുമായിരുന്നു. അത്തരത്തിലുള്ള പ്രതിഫലനാത്മകതയ്ക്ക് വേണ്ടിയുള്ള എഴുത്തുകളെ അവർ നേരിട്ട് തന്നെ നിരസിക്കുകയും വിമർശിക്കുക പോലും ചെയ്യുന്നുണ്ട്. മിന്നാകൗട്സ്കിയുടെ നോവലിനെ കുറിച്ചുള്ള പഠനത്തിലൊക്കെ അത് നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിരൂപണങ്ങളോ ഇത്തരം ആശയാവലികളോ പൊതുവിൽ മാർക്സിസ്റ്റ് സംവാദങ്ങളിലേക്കോ ആശയങ്ങളിലേക്കോ കാര്യമായി കടന്നു വരാത്തതുകൊണ്ട് ക്ലാസിക്കൽ മാർക്സിസം എന്ന നിലയിൽ പ്രചരിപ്പിക്കപ്പെട്ടത് വാസ്തവത്തിൽ ഈ അടിത്തറ മേൽപ്പുര എന്ന സങ്കല്പനത്തെ മുൻനിർത്തിയിട്ടുള്ള പ്രതിഫലന സിദ്ധാന്തമാണ്. ഞാൻ ഈ ഭാഗം കൺക്ലൂഡ് ചെയ്യാണ്. ക്ലാസിക്കൽ മാർക്സിസത്തിൻ്റെ തന്നെ, മാർക്സിൻ്റെയോ എംഗൽസിൻ്റെയോ തന്നെ സംസ്കാര സിദ്ധാന്തത്തിൻ്റെ കാതൽ എന്താണ്? കൾച്ചർ ഈസ് നോട്ട് എ റിഫ്ലക്റ്റീവ് ഡൊമൈൻ ഓഫ് ദ സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് റിയാലിറ്റി. സാമ്പത്തിക രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിഫലന മണ്ഡലമല്ല സംസ്കാരം, മറിച്ച് അതൊരു നിർമ്മാണാത്മക മണ്ഡലമാണ്. ഡെഫിനറ്റ്ലി ദ കൾച്ചറൽ ഡൊമൈൻ ഈസ് അൾട്ടിമേറ്റ്ലി ഡിറ്റർമിൻഡ് ബൈ ദ എക്കണോമിക് സ്ട്രക്ചർ ഓർ ദ പ്രൊഡക്ഷൻ സിസ്റ്റം. എക്കണോമിക് സ്ട്രക്ചർ എന്നുള്ളതിനേക്കാൾ പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നതാണ് നല്ലത്. കാരണം എക്കണോമിക് സ്ട്രക്ചറിന്, പ്രൊഡക്ഷൻ സിസ്റ്റത്തെ നമുക്ക് ഒറ്റയടിക്ക് സമ്പദ് വ്യവസ്ഥ മാത്രമായിട്ട് ചുരുക്കാൻ പറ്റില്ല. അത് മാർക്സ് വേറൊരു ഘട്ടത്തിൽ പരിശോധിച്ചിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഉൽപ്പാദന വ്യവസ്ഥയാൽ അന്തിമമായി നിർണ്ണയിക്കപ്പെടുന്നുണ്ട് സംസ്കാരം എന്നത് ശരിയാണെങ്കിലും അതൊരു പ്രതിഫലന രൂപമല്ല. എംഗൽസിൻ്റെ വാക്കുകളൊക്കെ കടമെടുത്ത് പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലും അന്തിമമായ നിർണായകത്വം സമ്പദ് വ്യവസ്ഥയ്ക്കായിരിക്കെ തന്നെ സംസ്കാരത്തിന് അന്തിമമായ നിർണായകത്വത്തെ മാറ്റിവെച്ചുകൊണ്ട് സവിശേഷമായ നിർണയനശേഷി കൈവരിക്കാൻ കഴിയും. അന്തിമമായ സമ്പദ് വ്യവസ്ഥയുടെ നിർണയനശേഷിയെ മാറ്റിവെച്ച് സംസ്കാരത്തിൻ്റെ മണ്ഡലം കൈവരിക്കാനിരിക്കുന്ന ഈ നിർണായകത്വത്തെയാണ് പിന്നീട് ഏതാണ്ട് 60-70 കൊല്ലം കഴിഞ്ഞ് അൽത്യൂസർ സിദ്ധാന്തവൽക്കരിച്ച് അതിനിർണയനം എന്ന് വിളിച്ചത്. ഓവർ ഡിറ്റർമിനേഷൻ എന്ന് ആ അൽത്യൂസർ കൊണ്ടുവരുന്ന ആശയം വാസ്തവത്തിൽ എംഗൽസ് സൂചിപ്പിക്കുന്ന ഈ ഘടകത്തിൻ്റെ ഒരു സൈദ്ധാന്തികമായ വിപുലീകരണമാണ്. അതുകൊണ്ട് സംസ്കാരത്തെ പ്രതിഫലനപരമായി കാണുന്നത് മാർക്സിസ്റ്റ് നോഷനെതിരാണ്. സംസ്കാരം പ്രതിഫലനപരമല്ല, സംസ്കാരം നിർമ്മാണാത്മകമാണ്. നോട്ട് റിഫ്ലക്റ്റീവ് ബട്ട് കോൺസ്റ്റിറ്റ്യൂട്ടീവ്. പ്രതിഫലനപരമല്ല, നിർമ്മാണപരമാണ്. ഈ നിർമ്മാണപരതയെ മറികടന്നതോ മറച്ചുവെച്ചതോ ആണ് വാസ്തവത്തിൽ മുഖ്യധാര മാർക്സിസ്റ്റ് ധാരണകൾക്ക് സംഭവിച്ച വലിയ ഒരു പരാധീനത എന്ന് പറയാം.
ഈ പ്രശ്നത്തെ മറികടക്കാൻ, ഇതിനിടയിൽ പിന്നെ സംസ്കാരത്തെ കുറച്ചുകൂടി സൂക്ഷ്മമായി നോക്കാനും എംഗൽസിൻ്റെ നോഷനെ തന്നെ കുറച്ചുകൂടി വിശദീകരിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ പ്ലഖനോവ് നടത്തുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ചർച്ചയിലേക്ക് അധികം കടക്കുന്നില്ല. പ്ലഖനോവ് ഈ ചർച്ചയിൽ പ്രാധാന്യമുള്ളൊരു പേരാണ്. പ്ലഖനോവ് ചരിത്രത്തിൽ വ്യക്തികൾക്കുള്ള പങ്ക് മുതലായ ഗ്രന്ഥങ്ങളിൽ പ്ലഖനോവ് ഈ സംസ്കാരം എങ്ങനെ പങ്കുചേരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ കൗതുകത്തോടെ വിശദീകരിച്ചിട്ടുണ്ട്. പ്ലഖനോവിൻ്റെ ഒരു നിരീക്ഷണം മാത്രം സാന്ദർഭികമായിട്ട് പറയാം. പ്ലഖനോവ് പറയുന്നൊരു കാര്യം, ബിഥോവൻ വലിയ ഒരു സംഗീതജ്ഞനായിരുന്നു, നെപ്പോളിയൻ വലിയൊരു സൈനിക പ്രതിഭയായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മഹാസൈനിക പ്രതിഭയ്ക്ക് പകരം ഒരു വലിയ സംഗീതജ്ഞനായിരുന്നു നെപ്പോളിയനെങ്കിൽ നെപ്പോളിയനെ നാം ഓർക്കുമായിരുന്നില്ല. അദ്ദേഹം പറയുന്നത് നെപ്പോളിയൻ്റെ കാലം ആവശ്യപ്പെട്ടത് 18-ാം നൂറ്റാണ്ട് ഒടുവിലെ 19-ാം നൂറ്റാണ്ട് തുടക്കത്തിലെ ഫ്രാൻസ് ആവശ്യപ്പെട്ട ഒരു മഹാസൈനിക പ്രതിഭയായിട്ടാണ് നെപ്പോളിയൻ വന്നത്. ആ വരവാണ് നെപ്പോളിയനെ വലുതാക്കിയത്. തിരിച്ചദ്ദേഹം പറയുന്നത്, നെപ്പോളിയനെ പോലെ ഒരു സൈനിക പ്രതിഭ 18-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലല്ല, മറിച്ച് 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഫ്രാൻസിൽ ജീവിച്ചിരുന്നതെങ്കിൽ നെപ്പോളിയൻ ഫ്രാൻസിലെ അസംഖ്യം സൈനിക നായകന്മാരിൽ പെട്ട ഒരു കേണൽ നെപ്പോളിയനായിട്ട് അവസാനിക്കുമായിരുന്നു. അപ്പം നെപ്പോളിയൻ കേണൽ നെപ്പോളിയൻ ആവാതിരുന്നതും ബിഥോവനെ പോലൊരു സംഗീത പ്രതിഭയായി മാറിയാൽ അദ്ദേഹം ഒരു സാധാരണ സംഗീതജ്ഞനായി അക്കാലത്ത് അവസാനിച്ചു പോകുമായിരുന്നതും ചരിത്രവും വ്യക്തിയും തമ്മിലുള്ള വിനിമയങ്ങളുടെ നല്ല ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പ്രതിഭാശാലിത്വമുള്ളത് കൊണ്ട് മാത്രം ചരിത്രത്തിലെ മഹാപ്രതിഭയായിട്ട് മാറാൻ കഴിയില്ല. ചരിത്രത്തിലെ മഹാപ്രതിഭകൾ എന്ന് പറയുന്നത് അവരുടെ വ്യക്തിപരമായ പ്രതിഭാശേഷിയെ ചരിത്രം ആവശ്യപ്പെടുന്ന ചില വലിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി വിനിയോഗിക്കുന്നവരാണ്. ചരിത്രം നൽകുന്ന ഒരു അധിക മൂല്യം അവരുടെ പ്രതിഭയ്ക്ക് കിട്ടും. ആ അധിക മൂല്യമാണ് അവരെ വലുതാക്കുന്നത്. അവർക്ക് പ്രതിഭാശേഷിയുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ തത്തുല്യമായ പ്രതിഭാശേഷി ഉള്ളവരെക്കാൾ മുകളിൽ അവരെ പോലെ ചിലർ ഉയർന്നു വരുന്നത് ചരിത്രത്തിൻ്റെ അധിക മൂല്യത്തിൻ്റെ ബലത്തിലാണ്. അത് അവരുടെ പ്രതിഭയുമായി നല്ല വിനിമയത്തിൽ ഏർപ്പെടും. ഉറൂബിനേക്കാൾ വലിയ എഴുത്തുകാരൻ അല്ലെങ്കിൽ മികച്ച എഴുത്തുകാരനാണോ തകഴിയെന്ന് ചോദിച്ചാൽ സംശയമാണ്. പക്ഷെ ഉറൂബിനേക്കാൾ വലിയ എഴുത്തുകാരനാണ്. ആ വലിപ്പം തകഴിയുടെ സ്വകാര്യ വലിപ്പമല്ല, നവോത്ഥാന മാനവികത ജന്മം നൽകിയ സവിശേഷമായ ആശയങ്ങൾക്കും അഭിലാഷങ്ങൾക്കും തൻ്റെ ഭാവന കൊണ്ട് ഉത്തരം പറഞ്ഞ ആളാണ് തകഴി എന്നതാണ് തകഴിയുടെ വലിപ്പത്തിന് പുറകിലുള്ള ഒരു പ്രേരണ. ആ വലിപ്പം നവോത്ഥാനാനന്തര ആധുനിക കേരളത്തിലെ മധ്യവർഗ ഗാർഹിക പൗരുഷത്തിൻ്റെ സംഗീത രൂപമായി എന്നതാണ് യേശുദാസിനെ കേരളത്തിൻ്റെ വലിയ ഗന്ധർവ ഗായകനാക്കിയത്. അല്ലാതെ മൂപ്പര് സ്വയമേവ ഗന്ധർവനായതുകൊണ്ടല്ല. മൂപ്പരങ്ങനെ ഗന്ധർവനല്ല എന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നന്നായി മനസ്സിലാവുന്നുണ്ട്. അത് മുമ്പേ അറിയാം. നമ്മൾ ഈ വ്യക്തികളിലെ ഗുണവിശേഷങ്ങൾ നോക്കി സംഗീതത്തെ വിലയിരുത്തരുത് കേട്ടോ. അത് വേറൊരു കാര്യം. സംഗീതത്തെ മാത്രം നോക്കിപ്പോലും സംഗീതത്തെ വിലയിരുത്തരുത്. സംഗീതത്തിൻ്റെ മഹിമ സംഗീതപരം മാത്രമാണ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ മാർക്സിസ്റ്റ് വിരുദ്ധമാണ്. സംഗീതപരമായ മഹിമയുണ്ട്, പക്ഷെ ആ സംഗീതപരമായ മഹിമ പ്രവർത്തിച്ചുണ്ടായ ഫലം സംഗീതപരം മാത്രമല്ല, സാമൂഹികവും ചരിത്രപരവും കൂടിയാണ്. പല ഘടകങ്ങൾ, അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഇത് ചരിത്രവും വ്യക്തിയും തമ്മിലുള്ള ഈ വിനിമയങ്ങളെ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുകയും വ്യക്തികളുടെ ചരിത്രത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നതിനെക്കുറിച്ച് ദീർഘമായി ആലോചിക്കുകയും ഒക്കെ ചെയ്ത ഒരാളായിരുന്നു ഈ പ്ലഖനോവിനെ പോലൊരാൾ. അദ്ദേഹം മാർക്സിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ പ്രോബ്ലംസ് ഓഫ് മാർക്സിസം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സംസ്കാരത്തെക്കുറിച്ചുള്ള ആലോചനയിൽ എംഗൽസിൻ്റെ നോഷനെ തന്നെ ഒന്ന് വിപുലീകരിച്ചുകൊണ്ട് ഉൽപാദന ശക്തികളുടെ സവിശേഷ സ്വഭാവം, ഉൽപാദന ശക്തികൾ വഴി രൂപപ്പെട്ടു വരുന്ന സാമ്പത്തിക ബന്ധങ്ങൾ, സാമ്പത്തിക അടിത്തറയിൽ നിന്ന് വികസിച്ചു വരുന്ന സാമൂഹിക രാഷ്ട്രീയ സംവിധാനങ്ങൾ, ഭാഗികമായി ഉൽപാദന ഘടനയാലും ഭാഗികമായി ഈ രാഷ്ട്രീയ സാമൂഹിക സംവിധാനത്താലും നിർണയിക്കപ്പെടുന്ന വ്യക്തികളുടെ മാനസികമായ ആഭിമുഖ്യങ്ങൾ, മാനസികാഭിമുഖ്യങ്ങളുടെ രൂപത്തെയും സ്വഭാവത്തെയും രേഖപ്പെടുത്തുന്ന പ്രത്യയശാസ്ത്ര ഘടകങ്ങൾ, ഇവയെല്ലാം ഉൾപ്പെടുന്ന വിപുലമായ ഒരു കോമ്പൗണ്ടാണ്, അല്ലെങ്കിൽ വിപുലമായ ഒരു വ്യവസ്ഥയാണ്
സംസ്കാരത്തിൻ്റെ ചട്ടക്കൂട് എന്ന് പറഞ്ഞ് ഒരുപക്ഷെ മേൽപ്പുര എന്നുള്ള ആശയത്തെ തന്നെ അതിൻ്റെ റിഫ്ലക്റ്റീവായ ധാരണയിൽ നിന്ന് മാറ്റി കുറെ കൂടി സങ്കീർണമായി വിശദീകരിക്കാനായിട്ട് പ്ലഖനോവ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്ലഖനോവിന് പിന്നീട് ഒഫീഷ്യലായൊരു വലിയ അംഗീകാരം കിട്ടാതെ പോയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശയാവലികൾക്ക് അങ്ങനെ വലിയൊരു സ്വാധീന ശക്തി കൈവന്നും ഇല്ല.